ഗുഡ് മോർണിംഗ് സർ, സ്വാഗതം ചെയ്യുകയാണ്. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ആദ്യം തന്നെ നമുക്ക് പതിവ് പോലെ US വിപണിയിലേക്ക് തന്നെ പോയി നോക്കാം. US വിപണിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തിൽ വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിക്കാതെ പോയൊരു ദിവസം കൂടിയായിരുന്നു. ഡൗ ജോൺസ് സൂചിക വളരെ ഫ്ലാറ്റ് നോട്ടിൽ 39,150.33 എന്ന നിലയിൽ ക്ലോസ് ചെയ്തപ്പോൾ നാസ്ഡാക്ക് സൂചിക 0.16% ഇടിവിൽ 17,693.38 എന്ന നിലയിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ വിപണികളെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ അല്ല, ഡൗ ജോൺസ് ഇൻഡെക്സിൻ്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിൻ്റെ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. 39,200 പോയിന്റിലാണ് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ചത്തെ ട്രേഡിങ്ങിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 38,400. നാസ്ഡാക്ക് ഇൻഡെക്സിൻ്റെ കേസ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 2 സെഷൻസിൽ നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. ദാറ്റ് ഈസ് വെരി വെരി നാച്ചുറൽ. ഈ ആഴ്ചയും തുടക്കത്തിൽ ഐ എം എക്സ്പെക്റ്റിംഗ് ദാറ്റ് നമുക്കൊരല്പം കൂടെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ചാൻസ് ഉണ്ട്. മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 19,200 പോയിന്റ്. ഒപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി വരികയാണെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. WTIന്റെ ഫ്യൂച്ചേഴ്സ് $80.58 എന്നൊരു നിലയിൽ വ്യാപാരം പുരോഗമിക്കുമ്പോൾ ബ്രെന്റ് ക്രൂഡ് $84.24 എന്നൊരു നിലയിലുമാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൂഡുമായി ബന്ധപ്പെട്ട് താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ ക്രൂഡിൽ വി ഹാവ് ബീൻ സീയിങ് കണ്ടിന്യൂസ് ബൈങ്. കഴിഞ്ഞ 11 സെഷൻസിൽ നമുക്ക് നല്ലൊരു നേരിയ റിക്കവറി ബൈങ് ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 2 സെഷൻസിൽ ക്രൂഡിൻ്റെ കേസിലും നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ആൻഡ് ക്രൂഡിൻ്റെ മേജർ സപ്പോർട്ടായിട്ട് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് WTI ക്രൂഡിൻ്റെ കേസിൽ $78. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് $82 ലെവൽ. ഒപ്പം തന്നെ സ്വർണത്തിലേക്ക് കൂടി വരികയാണ്. സ്വർണത്തിൽ ഇന്നിപ്പോൾ നേരിയ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സ്വർണത്തിൻ്റെ ഫ്യൂച്ചേഴ്സ് നിലവിൽ ട്രോയ് ഔൺസിന് $2,338.1 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഗോൾഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്തൊക്കെയാണ്? ഈ ഒരു കമ്മോഡിറ്റിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ സ്വർണത്തിൻ്റെ കേസ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യത്തെ 4 ദിവസം നമുക്ക് വീണ്ടും ഒരു ചെറിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ബട്ട് വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും കനത്ത സെല്ലിംഗ് ആയിരുന്നു വീണ്ടും സ്വർണത്തിൻ്റെ കേസിൽ കാണാൻ സാധിച്ചത്. $2,380 മേജർ റെസിസ്റ്റൻസ് ഐ ക്യാൻ സി. ആൻഡ് മേജർ സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്ന $2,290. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ തീർച്ചയായിട്ടും നമ്മളൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 23,667.1 എന്ന നിലയിൽ. എന്നാൽ ആ ദിവസം തന്നെ 23,400 കൈവിട്ടുകൊണ്ട് 23,398.2 എന്നൊരു നില വരെ ഇടിയുന്ന സ്ഥിതിയും വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിൽ നമ്മൾ നിഫ്റ്റിയിൽ കണ്ടതാണ്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,501.1 എന്ന നിലയിൽ. അതായത് 23,500 എന്നൊരു നിലവാരം ക്ലോസിംഗ് ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ബഡ്ജറ്റ് ഒക്കെ വരാനിരിക്കെ ഒരു പോസ്റ്റ് മോഡിലേക്കാണോ പോകുന്നത്? അല്ല, നമ്മൾ നിഫ്റ്റി 50 സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ജൂൺ 5-ാം തീയതി റിസൾട്ട് വന്നതിൻ്റെ അടുത്ത ദിവസം മുതൽ തുടർച്ചയായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ റിക്കവറിയാണ് നിഫ്റ്റി 50യിൽ കാണാൻ സാധിച്ചത്. ആൻഡ് കഴിഞ്ഞ 3 സെഷൻസ് നോക്കുമ്പോഴേക്കും നിഫ്റ്റി 50യിൽ ഒരു അല്പം റെസിസ്റ്റൻസ് അറൗണ്ട് 23,700 ലെവൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ ആഴ്ച നടക്കുന്നുണ്ടെങ്കിൽ 23,200 ആയിരിക്കും ഏറ്റവും മുഖ്യമായിട്ടുള്ള സപ്പോർട്ട് ലെവൽ. ഒപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി എത്തിയിട്ട് ബാങ്ക് നിഫ്റ്റിയിലും സമാനമായിട്ടൊരു ട്രേഡിംഗ് പാറ്റേൺ തന്നെയായിരുന്നു കണ്ടിരുന്നത്. ഇതൊരു പുതിയ ഓൾ ടൈം ഹൈ ആയ 51,934.35 എന്നൊരു നിലവര ഉയരുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് 51,224.95 വരെ ഇടിയുന്നൊരു സ്ഥിതിയും, അതായത് 51,400 ഒക്കെ കൈവിട്ടുകൊണ്ടുള്ളൊരു ഇടിയുന്നൊരു സ്ഥിതിയും നിഫ്റ്റി ബാങ്കിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നതും ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ 51,600
261.45 എന്നൊരു നിലയിലാണ്. നിഫ്റ്റി ബാങ്കിൽ ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ പ്രധാനമായിട്ടും നിക്ഷേപകർ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, കഴിഞ്ഞ 3 സെഷൻസ് നമ്മൾ നോക്കുമ്പോഴേക്കും 52,000 പോയിൻറ്റിൻ്റെ റെസിസ്റ്റൻസിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു മുന്നേറ്റം കാണാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് മേജർ സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് 50,400 പോയിൻറ്റ്സ്. ആൻഡ് ഈ ആഴ്ച നിഫ്റ്റി 50-ൽ നമുക്കൊരു ഗെയിൻ കാണണമെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പർട്ടിക്കുലർലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു മുന്നേറ്റം വരണമെങ്കിൽ മാത്രമേ ആ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്കൊരു ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കത്തുള്ളൂ. ഒപ്പം തന്നെ ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ ഒരു വ്യാപാരത്തിലേക്ക് നോക്കുമ്പോൾ ഒരു മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന നിഫ്റ്റി IT സൂചിക തന്നെയാണ്. സ്വാഭാവികമായിട്ടും അസെഞ്ചറിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ളൊരു ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു ട്രിഗർ തന്നെയാണ് നിഫ്റ്റി IT സൂചികയെ മുന്നോട്ടേക്ക് നയിച്ചത് എന്നും പറയാം. നിഫ്റ്റി IT സൂചിക വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.76% നേട്ടത്തിൽ 35,200.3 എന്നൊരു നിലയിലാണ്. നിഫ്റ്റി ITയിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഈ ഒരു സൂചികയിൽ താങ്കളുടെ ഫോക്കസിലുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? അല്ല, നിഫ്റ്റി IT ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നിഫ്റ്റി IT ഇൻഡെക്സ് വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൽകിയത്. ബട്ട് എങ്കിലും ആ ഒരു നേട്ടമൊന്നും നിലനിർത്താൻ സാധിച്ചില്ല. അണ്ടർടോൺ ഇൻ ദ IT ഇൻഡെക്സ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് IT ഇൻഡെക്സിലെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് ഈ ആഴ്ച കാണണമെങ്കിൽ നാച്ചുറലി 36,000 പോയിൻറ്റ്സിൻ്റെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് നിഫ്റ്റി ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള ഇൻഫോസിസ്, വിപ്രോ, HCL ടെക്നോളജി, TCS, ഈ 4 സ്റ്റോക്സ് തന്നെ ആയിരിക്കണം നിഫ്റ്റി IT ഇൻഡെക്സിനെ നയിക്കേണ്ടത്. ഒപ്പം തന്നെ ടാറ്റ കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ടാറ്റ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നേരിയ തോതിലൊരു ഇടിവ് രേഖപ്പെടുത്തി. വീക്കിലി പെർഫോമൻസ് എടുക്കുമ്പോൾ 1% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. ഇയർ ടു ഡേറ്റ് നോക്കുമ്പോഴും വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിക്കാത്തൊരു ഓഹരി കൂടിയാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് എന്ന് കാണാൻ സാധിക്കുന്നു. ഏകദേശം 4% മാത്രം നേട്ടമാണ് ഈ ഒരു ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ ടാറ്റ കമ്മ്യൂണിക്കേഷൻ ഏപ്രിൽ മാസത്തിന് ശേഷം നല്ലൊരു കറക്ഷനായിരുന്നു നേരിട്ടത്. ജൂൺ 4-ാം തീയതി ആയിരുന്നു അതിൻ്റെ ഒരു മേജർ ബോട്ടം. മറ്റ് പല IT ആൻഡ് നിഫ്റ്റി 50 സ്റ്റോക്സിൻ്റെ ഒപ്പം തന്നെ അതിനുശേഷം വി ഹവ് സീൻ എ മേജർ റിക്കവറി ആൻഡ് ഗുഡ് മൂവ്മെൻറ്റ്. ആൻഡ് കഴിഞ്ഞ 4-5 സെഷൻസ് നോക്കുമ്പോഴേക്കും വീണ്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ 1883 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ആഴ്ച നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1815 റുപ്പീസിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒപ്പം തന്നെ KFin ടെക്നോളജീസ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളൊരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. KFിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച 2.5% നേട്ടത്തിൽ 698.9 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് മെയ് 2-ന് രേഖപ്പെടുത്തിയ 822 രൂപയായിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു മാസത്തേക്ക് വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. KFin ടെക്നോളജീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ KFin ടെക്നോളജീസ് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ലോങ് ടേം ഈസ് ബുള്ളിഷ്. ബട്ട് കഴിഞ്ഞ മെയ് മാസത്തിന് ആ ഒരു ഓൾ ടൈം ഹൈ നൽകിയതിന് ശേഷം വി ആർ സീയിങ് എ ഹെൽത്തി കറക്ഷൻ, പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിങ്ങിൽ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 722 രൂപ. 722-ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 760, അതിനെ തുടർന്ന് 820 ആയിരിക്കും. ഒപ്പം തന്നെ ഡിഫൻസ് സ്പേസിൽ നിന്നുള്ള 1-2 ഓഹരികളെ കൂടിയാണ് സാർ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതിൽ ആദ്യമായി വരുന്നത് ഐഡിയ ഫോഴ്സ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ്. ഓഹരി കഴിഞ്ഞ ദിവസം 2.5% ഇടിവിൽ 775.15 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏകദേശം 10%-ലധികം നേട്ടം നൽകാനായിട്ടും ഐഡിയ ഫോഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഇയർ ടു ഡേറ്റ് പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 6% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. ഐഡിയ ഫോഴ്സിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, ഐഡിയ ഫോർജ് കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ട 1320 രൂപയ്ക്ക് അടുത്തായിരുന്നു അതിൻ്റെ ഒരു ലിസ്റ്റിംഗ് പ്രൈസ്. അതിനുശേഷം മറ്റ് പല IPO സ്റ്റോക്സിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കനത്ത സെല്ലിംഗ് ആയിരുന്നു കാണാൻ ഇടയായത്.
ജൂൺ 4 ആയിരുന്നു ഇതിൻ്റെ ഒരു ബോട്ടം കാണാൻ സാധിക്കുന്നത്. സിൻസ് ദെൻ സ്റ്റോക്ക് ഹസ് റിക്കവേർഡ്. എല്ലാ ട്രെൻഡും ബോത്ത് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന് 760 രൂപയിൽ വളരെ മേജർ സപ്പോർട്ട് ലെവൽ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കറൻറ്റ് ലെവൽസിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സ്റ്റോക്കിൻ്റെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 840, അതിനെ തുടർന്ന് 880. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് 960 രൂപയിലെ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. യെസ്, ഒപ്പം തന്നെ ഡിഫൻസിൽ നിന്നുള്ള ആസ്ട്ര മൈക്രോവുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തൽ കൂടിയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ആസ്ട്ര മൈക്രോവേവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം 2% ഇടിഞ്ഞ് 966.6 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ജൂൺ 18 കഴിഞ്ഞ ആഴ്ച തന്നെ 1059 എന്നൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആസ്ട്ര മൈക്രോവിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ആസ്ട്ര മൈക്രോവേവ് അണ്ടർടോൺ വളരെ ബുള്ളിഷായിട്ടാണ് കാണുന്നത്. ഇൻഫാക്റ്റ് മാർച്ച് മാസത്തിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ബോട്ടം കാണാൻ സാധിക്കുക 520 രൂപ. അവിടെ നിന്നും കഴിഞ്ഞ ആഴ്ച റെക്കോർഡ് ഓൾ ടൈം ഹൈ 1042 രൂപ വരെ ഈ സ്റ്റോക്ക് നേട്ടം നൽകിയിരുന്നു. കഴിഞ്ഞ 3 സെഷൻസിൽ വി ആർ സീയിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. സ്റ്റോക്കിൻ്റെ ഏറ്റവും മേജർ സപ്പോർട്ട് ഏരിയ 920 രൂപ. ആൻഡ് ആ ഒരു സപ്പോർട്ട് ലെവലിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. യെസ് സർ, അതിനോടൊപ്പം തന്നെ ഹെൽത്ത് സെക്ടറിൽ നിന്നുള്ള മെതാന്തയുമായി ബന്ധപ്പെട്ട അഥവാ ഗ്ലോബൽ ഹെൽത്ത് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റായി 1320.5 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 1513.9 എന്ന നിലയിലാണ് ക്ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോബൽ ഹെൽത്തിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഏതെങ്കിലും തരത്തിലൊരു ലോ റിസ്ക് നിക്ഷേപ അവസരം കാണുന്നുണ്ടോ? അല്ല, മെതാന്ത ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഫെബ്രുവരി മാസത്തിലായിരുന്നു 1520 രൂപയിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മേജർ റെസിസ്റ്റൻസ് ലെവൽ 1400 രൂപ. 1400ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് 100 മുതൽ 140 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സർ, ഒപ്പം തന്നെ ഹെറിറ്റേജ് ഫുഡ്സ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഹെറിറ്റേജ് ഫുഡ്സിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം 1% നേട്ടത്തിൽ 565.8 എന്നൊരു നിലയിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ടു ഡേറ്റിലൊക്കെ ഏകദേശം 80% റിട്ടേൺ നൽകിയ ഒരു ഓഹരി കൂടിയാണ് ഈ ഹെറിറ്റേജ് ഫുഡ്സ് എന്ന് പറയുന്നത്. ഹെറിറ്റേജ് ഫുഡ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ഹെറിറ്റേജ് ഫുഡ്സ് നമുക്ക് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമായിരുന്നു ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിച്ചത്. ആൻഡ് ഈ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഓൾ ട്രെൻഡ്സ് ആർ വെരി മച്ച് ബുള്ളിഷ്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു സ്മോൾ ക്യാപ്പ് ആണെന്നും ഹൈലി സ്പെക്കുലേറ്റീവ് ഒരു പൊസിഷൻ ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്ന 582 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 620, അതിനെ തുടർന്ന് 680 രൂപ. യെസ്, ഹൗസിംഗ് ഫിനാൻസ് സെഗ്മെന്റിൽ നിന്നുള്ള ഹോം ഫസ്റ്റ് ഫിനാൻസ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഹോം ഫസ്റ്റ് ഫിനാൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇയർ ടു ഡേറ്റിൽ ഒരു പോസിറ്റീവ്, വളരെ നേരിയ ഒരു പോസിറ്റീവ് റിട്ടേൺ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഏകദേശം 11% നേട്ടം മാത്രമാണ് ഈ ഒരു ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ജൂൺ 18 രേഖപ്പെടുത്തിയ 1092.5 എന്നതുമാണ്. ഹോം ഫസ്റ്റ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ താങ്കൾ ശ്രദ്ധിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഹോം ഫസ്റ്റിൻ്റെ കേസിലും നമുക്ക് ജൂൺ 4 ആയിരുന്നു ഇതിൻ്റെ ബോട്ടം കാണാൻ സാധിക്കുന്നത് 780 രൂപയിൽ. അവിടെ നിന്നായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചകൾക്കിടെ നമുക്ക് 300 രൂപയുടെ നേട്ടം ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. മേജർ സപ്പോർട്ട് 1000 രൂപയിലാണ് കാണുന്നത്. ബിറ്റ്വീൻ 1000 ആൻഡ് 1020 നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യാം. യെസ്, ഏതായാലും ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് നിജു എന്ന പ്രേക്ഷകൻ DCW ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 2% ഇടിഞ്ഞ് 59.9 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. DCW ലിമിറ്റഡിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? സോ DCW ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന് 62 രൂപയിൽ മേജർ ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. മേജർ സപ്പോർട്ട് ലെവൽ 55 രൂപയിലും.
സോ കയ്യിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് പുതിയ ലോങ് പൊസിഷൻ 62-ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം കൺസിഡർ ചെയ്യുക. സർ, അതിനോടൊപ്പം തന്നെ ഒന്നിലധികം പ്രേക്ഷകർ IREDA അതുപോലെ ഇർക്കോൺ തുടങ്ങിയ ഓഹരികളുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? IREDയിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പാണ് വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിൽ ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ സ്റ്റോക്കിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് 180 രൂപ, 180 രൂപ. 180-ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ലോങ് പൊസിഷൻ ഇതിൽ കൺസിഡർ ചെയ്യാം. അതിനുശേഷം കാണാൻ സാധിക്കുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 202 രൂപ, അതിനെ തുടർന്ന് 220 രൂപ. ഇർക്കോണിൻ്റെ കേസിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പാണ് വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിൽ ഫോം ചെയ്തിരിക്കുന്നത്. കറണ്ട് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ആൻഡ് ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 300 രൂപ, അതിനെ തുടർന്ന് 320 രൂപയിലായിരിക്കും റെസിസ്റ്റൻസ് വരാൻ പോകുന്നത്. ഗോപാലകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1.25% ഇടിഞ്ഞ് 176.58 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ ഫെഡറൽ ബാങ്കിൽ ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. പേഴ്സണലി എനിക്ക് ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിലുണ്ട്. ആൻഡ് 180 രൂപയിൽ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിന് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 165, 170 ഈ റേഞ്ചിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് വീണ്ടും കൺസിഡർ ചെയ്യാം. ധനേഷ് എന്ന പ്രേക്ഷകൻ യൂക്കോ ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1% ഇടിഞ്ഞ് 56.08 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂക്കോ ബാങ്കിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, IOB മുതലായ സ്റ്റോക്സിലൊക്കെ സിമിലർ ട്രെൻഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെയ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്സിലെല്ലാം ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസായി മാറിയിട്ടുണ്ട്. യൂക്കോ ബാങ്കിൻ്റെ സ്പെസിഫിക് കേസിൽ 60 രൂപയിലാണ് നമുക്ക് ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 63, അതിനെ തുടർന്ന് 65 രൂപയിലും ആയിരിക്കും. ബിന്ദു എന്ന പ്രേക്ഷക IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 0.44% ഇടിവിൽ 83.47 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? IDFC ഫസ്റ്റ് ബാങ്കിൽ ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. പേഴ്സണലി എനിക്കൊരു ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിലും ഉണ്ട്. ആൻഡ് ഈ സ്റ്റോക്ക് ഇസ് എ ടേൺ റൗണ്ട് സ്റ്റോക്ക്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 1 വർഷമായിട്ട് അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു ബാങ്കിങ് സ്റ്റോക്ക് IDFC ഫസ്റ്റ് ബാങ്ക്. ജൂൺ 4 ആയിരുന്നു ഇതിൻ്റെ ഈ വർഷത്തെ ഒരു മേജർ ലോ കാണാൻ സാധിക്കുന്നത് 70 രൂപയിൽ. അവിടെ നിന്നും 14 രൂപയുടെ നേട്ടമാണ് കഴിഞ്ഞ 10 ദിവസത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. സ്റ്റോക്ക് ഇസ് റെഡി ഫോർ എ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ ബിറ്റ്വീൻ 80 ആൻഡ് 81. ആ റേഞ്ചിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ IOCയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1.25% ഇടിവിൽ 166.8 എന്നൊരു നിലയിലാണ്. IOCയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി IOCയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 182 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ BPCLുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ധാരാളം വരുന്നുണ്ട്. BPCLന്റെ ബോണസ് ഇഷ്യൂയുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ദിവസം ന്യൂസുകൾ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ചത്തെ ഒരു ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ വലിയൊരു ഇടിവായിരുന്നു വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1.5% ഇടിഞ്ഞ് 308.3 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. BPCLലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ BPCL ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായിട്ടാണ് കാണുന്നത്. ബട്ട് ഈ സ്റ്റോക്കിന് 340-344 ഈ ഒരു റേഞ്ചിൽ മേജർ റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. രാജ് എന്ന പ്രേക്ഷകൻ വോഡാഫോൺ ഐഡിയയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. വോഡാഫോൺ ഐഡിയയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ വോഡാഫോൺ ഐഡിയ ഇസ് എ പ്രോബ്ലം സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനാൻഷ്യൽസ് വളരെ നല്ലതല്ല. ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് ഈ സ്റ്റോക്കിൽ കാണാറുമുണ്ട്.
ബട്ട് ഫ്രം ആ ചാർട്ട് പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായിട്ടാണ് കാണുന്നത്. 18 രൂപയിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ഇറ്റ്. 18ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി വീണ്ടും പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. മറ്റൊരു പ്രേക്ഷകൻ പാരീസ് ഡിഫൻസുമായി ബന്ധപ്പെട്ടിട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. പാരീസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് കഴിഞ്ഞ ദിവസം 3.5% ഇടിഞ്ഞ് 1372 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പാരീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അണ്ടർടോൺ വളരെ ബുള്ളിഷായിട്ടാണ് കാണുന്നത്. ഇൻഫാക്റ്റ് നമ്മുടെ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഏറ്റവും അധികം നേട്ടം നൽകിയ സ്റ്റോക്സിൽ ഒന്നായിരുന്നു പാരീസ് ഡിഫൻസ്. കഴിഞ്ഞ 3 സെഷൻസിൽ നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. മേജർ സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്ന 1240 മുതൽ 1280 ആ ഒരു റേഞ്ചിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്, മധു എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് അഥവാ IEXുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ്. വളരെ ഫ്ലാറ്റ് നോട്ടിലായിരുന്നു വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് 181.3 എന്ന നിലയിൽ. IEXിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ IEXും ഇസ് എ ടേൺ റൗണ്ട് സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 4 തീയതിക്ക് ശേഷം ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്കായിരുന്നു IEXന് 175 രൂപയിൽ വളരെ മേജർ സപ്പോർട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഈ ആഴ്ചത്തെ ട്രേഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 185 രൂപ 50 പൈസ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് ഇസ് 190. സന്തോഷ് എന്ന പ്രേക്ഷകൻ IFCI ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. IFCI കഴിഞ്ഞ ദിവസം 2.06% ഇടിവിൽ 61.19 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരി ഇപ്പോൾ വിൽക്കാനുള്ളൊരു സമയമാണോ, റൈറ്റ് ടൈം ആണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. IFCIയുടെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ഒരാഴ്ച നല്ലൊരു കറക്ഷനാണ് ഈ സ്റ്റോക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അണ്ടർടോൺ ഇസ് കണ്ടിന്യൂയിങ് ടു ബി വെരി മച്ച് ബുള്ളിഷ്. 55 രൂപ 50 പൈസയിൽ നല്ല മേജർ സപ്പോർട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ലോങ് പൊസിഷൻ. ഈ ഒരു കറക്ഷൻ അവസാനിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കും. സിജുക്കി ജോയ് എന്ന പ്രേക്ഷകൻ BCL ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റായി 55.9 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. BCL ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? BCL ഇൻഡസ്ട്രി അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ടാണ് കാണുന്നത്. ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, ഹൈലി റിസ്കി. ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് ആദ്യത്തെ 60 രൂപയും അതിനെ തുടർന്ന് 65 രൂപയിലും. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ഷാജി എന്ന പ്രേക്ഷകൻ IT സെഗ്മെന്റ് എന്നുള്ള തൻല പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 0.5% ഇടിഞ്ഞ് 939 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തൻല പ്ലാറ്റ്ഫോംസിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? തൻല പ്ലാറ്റ്ഫോംസ് കഴിഞ്ഞ 3 മാസമായിട്ടൊരു ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മേജർ റെസിസ്റ്റൻസ് 1000 രൂപയിലാണ് കാണുന്നത്. 1000ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. അതിനുശേഷം കാണാൻ സാധിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 1050 അതിനെ തുടർന്ന് 1150. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകനായ ബെന്നി മാത്യു ചോദിച്ചിരിക്കുന്നത് PTL എന്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. 1.5% ഇടിവിൽ 43.9 എന്നൊരു നിലയിലാണ് വെള്ളിയാഴ്ച ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. PTL എന്റർപ്രൈസിലുള്ള താങ്കളുടെ റിവ്യൂ എന്താണ്? PTL വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, ഹൈലി റിസ്കി സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൻ്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ബുള്ളിഷായിട്ട് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ മേജർ റെസിസ്റ്റൻസ് 47 രൂപയിലാണ് കാണുന്നത്. 47ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഇതിൻ്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. മറ്റൊരു പ്രേക്ഷകൻ അശോക് ലെയ്ലാൻഡുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 0.5% ഇടിഞ്ഞ് 235.7 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അശോക് ലെയ്ലാൻഡിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അശോക് ലെയ്ലാൻഡ് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു.
അറ്റ് ദ മൊമെൻറ്റ് ഒരു ചെറിയ പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 225, 230 ഇതായിരിക്കും മേജർ സപ്പോർട്ട് ഏരിയ. 245 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. യെസ്, ഒപ്പം തന്നെ ജിറ്റോ ജേക്കബ് എന്ന പ്രേക്ഷകൻ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം GRSE ക്ലോസ് ചെയ്തിരിക്കുന്നത് 6.5% ഇടിഞ്ഞ് 1649 രൂപ എന്നൊരു നിലയിലാണ്. GRSEയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? GRSE, കൊച്ചിൻ ഷിപ്പ്യാർഡ്, മാസഗോൺ ഡോക്ക്, ഈ 3 സ്റ്റോക്സിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. GRSEയുടെ കേസിൽ 1480, 1520 ദിസ് ഇസ് എ മേജർ സപ്പോർട്ട് ഏരിയ ആൻഡ് മേജർ റെസിസ്റ്റൻസിൻ്റെ ഓൾ ടൈം ഹൈ ആയ 1880. സോ ഈ ഒരു റേഞ്ചിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ട്രേഡിങ് ഇറ്റ്. പുതിയ ലോങ് പൊസിഷൻസ് ഈ ഹൈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ് സർ, അതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രേക്ഷകർ ഇന്ന് ഫെർട്ടിലൈസർ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ബഡ്ജറ്റ് വരാനിരിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം GST കൗൺസിൽ യോഗ തീരുമാനങ്ങളും ഒക്കെ ഫെർട്ടിലൈസർ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഫെർട്ടിലൈസർ സ്റ്റോക്കിലുള്ള ഒരു ജനറൽ ഔട്ട്ലുക്ക് എന്താണ്? ഈ ഒരു സെഗ്മെന്റിൽ താങ്കളുടെ ഫോക്കസിലുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? ഫെർട്ടിലൈസർ മേഖല നോക്കുമ്പോഴേക്കും നമുക്ക് രണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. വൺ ഇസ് ദ പ്രൈവറ്റ് സെക്ടർ, വൺ ഇസ് ദ പബ്ലിക് സെക്ടർ. So public sector fertilizer stocks, FACT, Rashtriya Chemicals, National Fertilizers, Madras Fertilizers, Paradeep Phosphates, ഇതിലൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വലിയ നേട്ടമായിരുന്നു കണ്ടത്. കഴിഞ്ഞ ആഴ്ചത്തെ അവസാനത്തോടു കൂടി പ്രൈവറ്റ് സെക്ടർ ഫെർട്ടിലൈസർ സ്റ്റോക്സിൽ നമുക്ക് വലിയൊരു മുന്നേറ്റം കാണാൻ സാധിച്ചു. സോ നാച്ചുറലി ഈ സ്റ്റോക്സിലൊക്കെ ഈ ആഴ്ച നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് കറണ്ട് ലെവൽസിൽ അഡ്വൈസബിൾ അല്ല. ബട്ട് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ്. യെസ് സർ, ഒപ്പം തന്നെ പേടിഎമ്മുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. പേടിഎമ്മിനെ സംബന്ധിച്ച് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് നോട്ടിൽ 412.1 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പേടിഎമ്മിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പേടിഎമ്മിൻ്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് കണ്ടിന്യൂയിങ് ടു ബി ബെയറിഷ്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ നേരിയ തോതിൽ ഒരു ബുള്ളിഷ്നെസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 450 രൂപ. 450 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം, പ്യോർലി ഫോർ സ്പെക്യുലേഷൻ. 445 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 500, അതിനെ തുടർന്ന് 540, അതിനെ തുടർന്ന് 560 രൂപയിലും ആയിരിക്കും. യെസ്, ഒപ്പം തന്നെ കൃഷ്ണപ്രിയ എന്ന പ്രേക്ഷക മാരുതി സുസുക്കിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് നോട്ടിൽ 12,167 രൂപ എന്നൊരു നിലയിലാണ് മാരുതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. മാരുതിയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? മാരുതി സുസുക്കി നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ഇസ് കണ്ടിന്യൂയിങ് ടു ബി ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മേജർ ബാൻഡ് ഫോം ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ 12,000 rupees and 13,000 rupees. സോ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ 13,000 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അറൗണ്ട് 12,000 rupees ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. യെസ് സർ, ഏതായാലും അവസാനമായി സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഹഡ്കോയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഹഡ്കോയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പറയാമോ? ഹഡ്കോ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. 300 രൂപയിലെ അടുത്ത മേജർ റെസിസ്റ്റൻസ് കാണുന്നത്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 7 to 10% നേട്ടം നമുക്ക് ഈ സ്റ്റോക്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. മേജർ സപ്പോർട്ടായിട്ട് കാണുന്നത് 260 രൂപ. സർ, ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സമയം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാത്തത്. ഏതായാലും വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം തന്നെ തുടരുന്നതാണ്. സാർ വീണ്ടും ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും ഇന്നത്തെ മാർക്കറ്റ് പ്ലസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. വീണ്ടും മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.